മലങ്കര മാർത്തോമാ സുറിയാനി സഭയിലെ സിനഡ് പ്രതിനിധികൾ വത്തിക്കാനിലെത്തി ഫ്രാൻസിസ് പാപ്പയെ സന്ദർശിച്ചു. നവംബർ 11 തീയതി തിങ്കളാഴ്ച വത്തിക്കാനിലെ പേപ്പൽ വസതിയിലെത്തിയ സംഘത്തെ ഫ്രാൻസിസ് പാപ്പ സ്വീകരിച്ചു. ഐക്യവും പ്രേക്ഷിത പ്രവർത്തനങ്ങളും യോജിച്ച് നടത്തുവാനുള്ള ആഹ്വാനം പാപ്പ നൽകി. കഴിഞ്ഞ വർഷം തുടങ്ങിയ എക്യുമെനിക്കൽ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഫ്രാൻസിസ് പാപ്പയാണ് സിനഡ് അംഗങ്ങളെ വത്തിക്കാനിലേക്ക് ക്ഷണിച്ചത്. റോമൻ സഭയുമായി മർത്തോമാ സഭ പുലർത്തുന്ന ബന്ധത്തിനും സമാധാന സൗഹൃദങ്ങൾക്കും പാപ്പ നന്ദി പറഞ്ഞു. സഭയുടെ അധ്യക്ഷൻ തിയോഡോഷ്യസ് മാർത്തോമ വലിയ മെത്രാപ്പോലിത്തായുടെ നല്ല ആരോഗ്യത്തിനായി താൻ പ്രാർത്ഥിക്കുന്നുവെന്നും അദ്ദേഹത്തിന് തന്റെ ആശംസകൾ കൈമാറണമെന്നും പാപ്പ സന്ദേശത്തിന്റെ ആമുഖത്തിൽ പറഞ്ഞു. അവർ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വന്ന് മേശക്കരികിലിരിക്കും എന്ന മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിലെ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പാപ്പ തുടർന്നു. ക്രിസ്തുവിന്റെ കുർബാനയിൽ നമുക്ക് ഒരുമിച്ച് പങ്കെടുക്കുവാൻ കഴിയുന്ന ദിവസം ത്വരിതപ്പെടുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കത്തോലിക്കാ സഭയിൽ സിനഡാലിറ്റിയെക്കുറിച്ച് നടത്തിയ സിനഡിനെയും മാർത്തോമാ സഭ വെച്ചുപുലർത്തുന്ന സിനഡൽ പാരമ്പര്യത്തെയും പാപ്പ അടിവരയിട്ട് പറഞ്ഞു. സഭകൾ തമ്മിലുള്ള മൊത്തം ഒത്തുചേരലിന്റെ തീയതി അന്ത്യവിധിയുടെ പിറ്റേ ദിവസമാണെന്നാണ് മഹാനായ സിസി ഔലാസ് ക്രിസ്തീയ ഐക്യത്തെക്കുറിച്ച് പറയുന്നതെങ്കിലും ഇതിനിടയിൽ നാം ഒരുമിച്ച് നടക്കുകയും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് പ്രവർത്തിക്കുകയും വേണമെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഏറെ പ്രാധാന്യമർഹിക്കുന്നുവെന്നും മാർപ്പാപ്പ കൂട്ടിച്ചേർത്തു.